രാവിലെ ചായക്ക് വേണ്ടി പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ മീൻകറി നല്ല കുഞ്ഞി ചാളയും മാന്തലും കൊണ്ട് തന്നത്. അപ്പോൾ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു മീൻകറി നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ആദ്യം തന്നെ ഒരു മൺചട്ടിയിൽ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇന്നത്തെ മീൻകറിയുടെ മെയിനായിട്ടുള്ള ആളാണ് കേട്ടോ ചെമ്മീൻ പുളി. അപ്പം നമുക്ക് പുളി എന്തോരം വേണമെന്ന് വെച്ചിട്ട് അതനുസരിച്ച് ചെമ്മീൻ പുളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മാത്രം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി. ഇതൊക്കെ നമ്മുടെ എരിവ് അനുസരിച്ച് മാറ്റമൊക്കെ ചെയ്യാം. ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ അരച്ച് വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി നോക്കണം. ഒരുപാട് വെള്ളം വേണ്ട, നമുക്ക് കുറേ നേരം കിടന്ന് തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചാളയാണ് എടുത്തിരിക്കുന്നത്. ചാള തന്നെ വേണമെന്നില്ല, ചെറിയ മീൻ ഏതെടുത്ത് കഴിഞ്ഞാലും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടാവും. കുഞ്ഞു മീനൊക്കെ ഒരുപാട് വേവില്ലാത്ത മീനൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അടുപ്പത്തോട്ട് വയ്ക്കാം. നന്നായിട്ട് കിടന്ന് തിളയ്ക്കണം, ഒരുപാട് വേണ്ട. ചാള ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവുമല്ലോ. ഇനി ആവശ്യത്തിന് വേപ്പിലയും കൂടി അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ മാന്തൽ ഫ്രൈയും കൂടി റെഡി ആവുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാന്തൽ. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിലൊക്കെ കുറച്ച് വറ്റി കറി പാകമായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പച്ച വെളിച്ചെണ്ണ മീൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ട് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ മീനൊക്കെ പൊടിഞ്ഞു പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ തന്നെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു 2-2.5 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല സെറ്റാവും. അപ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ ചാളക്കറിയും മാന്തൽ ഫ്രൈയും പിന്നെ ഇന്നലത്തെ അയിലക്കറിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമ്മളിന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്നത്. അപ്പോൾ മോള് വേഗം തന്നെ വന്നിട്ട് ഒക്കെ കാർട്ടൂൺ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റിമോട്ട് കൊണ്ട് തന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തു. മോളും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നേ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഒരുപാട് എക്സ്പ്രഷനൊന്നും ഇടാൻ പറ്റിയില്ല, വിശപ്പ് കൂടുതലായതുകൊണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മീൻകറിയൊക്കെ പുളിയൊക്കെ പിടിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.